എനിക്ക് നിന്നെ വേണ്ട, നിന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടാക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവളെല്ലാ സാധനങ്ങളും പറക്കിങ്ങി വന്ന് കുറേ ഒരാഴ്ച നിന്നെന്ന് എനിക്ക് തോന്നുന്നു. 10 ദിവസം കൊണ്ട് നിന്ന്. അപ്പോൾ പിന്നെ നല്ല ലൈംഗികതയിലായി അങ്ങ് വിളിച്ചോണ്ട് പോയി. കഴിഞ്ഞ ദിവസമാണ് വർക്കലയിലെ ആരതി എന്ന് പറയുന്ന 27 വയസ്സുള്ള യുവതിയെ വർക്കലയിലെ ആറ്റുകാൽ ചെറുമുക്കിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. തൂങ്ങി മരിച്ചതായിരുന്നു. പക്ഷേ ആ സമയത്ത് വീട്ടുകാർ, അച്ഛനടക്കമുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു തൻ്റെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഭർത്തു വീട്ടിലെ പീഡനവും അതുപോലെ തന്നെ മാനസികമായ സമ്മർദ്ദവും കാരണമാണ് തൻ്റെ മകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടാവുക എന്ന് അവർ പറഞ്ഞിരുന്നു. ഏതായാലും ഈ കുടുംബക്കാരുടെ എല്ലാം ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സഹോദരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് എന്നുള്ളതാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏകദേശം അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു 13 മുറിപ്പാടുകൾ ആ സഹോദരിയുടെ ദേഹത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് പ്രഥമദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന് കണ്ടതിന് ശേഷമാണ് പോലീസ് കേസെടുക്കാനും അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവായ അതുൽ എന്ന് പറയുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്യാനും അതിനുശേഷം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ വളരെ നമ്മുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു സഹോദരിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു ബാങ്കിലെ മാനേജറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുൽ കല്യാണാലോചനയുമായിട്ട് ചെന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കുട്ടിയെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ കൊല്ലത്തുള്ള മറ്റൊരു കുട്ടിയുമായിട്ട് കല്യാണ ആലോചന ഉറപ്പിച്ചതായിരുന്നു ഈ അതുൽ എന്ന് പറയുന്ന മനുഷ്യന്. അതിനുശേഷം കൂടുതൽ സ്ത്രീധനം മറ്റൊരു കുട്ടിയിൽ നിന്ന് കിട്ടുമെന്ന് കണ്ടപ്പോഴാണ് ആ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ആ ഒരു മനോവിഷമത്തിൽ ആ സഹോദരി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു ജീവിതം ഇതിന് മുന്നേ തന്നെ ഈ സഹോദരൻ നശിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ജീവിതമാണ് ഇപ്പോൾ ആരതിയുടേത്. ദിവസങ്ങൾ നീണ്ട ഒരു വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും വീട്ടിൽ നടക്കുന്ന സമയത്തെല്ലാം ഈ ആരതി സ്വന്തം അമ്മയ്ക്ക്, അമ്മ അല്ലെങ്കിൽ അച്ഛ എനിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെ തല്ലുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. അതിനുശേഷം ഇദ്ദേഹം മർദ്ദിച്ച പാടുകളടക്കമുള്ള ചിത്രങ്ങൾ സ്വന്തം അമ്മയുടെ വാട്സപ്പിലേക്ക് ആരതി എന്ന് പറയുന്ന 27 വയസ്സുള്ള യുവതി അയച്ചു കൊടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ആ വീഡിയോ ദൃശ്യങ്ങളാണ് എൻ്റെ വീഡിയോൻ്റെ സൈഡിൽ നിങ്ങൾ കാണുന്നത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ വലിയൊരു കാര്യമായിട്ട് തന്നെ എടുക്കണം. കാരണം നിങ്ങളുടെ കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും പറയുക ഇതൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ്, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ അതങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കലാണ് പതിവ്. അങ്ങനെ തന്നെയാണ് ആ അമ്മയും ചെയ്തത്. പക്ഷേ അമ്മ പറഞ്ഞിരുന്നു മകൾക്ക് സഹിക്കുന്നില്ല എങ്കിൽ മകൾ ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അടങ്ങാത്ത സ്നേഹം ഈ അതിലെന്ന് പറയുന്ന മനുഷ്യനെ അത്രമാത്രം ഈ ആരതി എന്ന് പറയുന്ന യുവതി സ്നേഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്വകാര്യ ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചതുപോലെ ഈ ആരതിയുടെ അച്ഛൻ അദ്ദേഹത്തിന് സ്ത്രീധനമായിട്ട് കൊടുത്തത് 50 പവൻ സ്വർണ്ണമാണ്. അദ്ദേഹത്തിന് കയ്യിൽ പണമില്ലാഞ്ഞിട്ട് അദ്ദേഹം ഒരു സ്വകാര്യ ബാങ്കിൽ നിന്ന് 20 ലക്ഷം ലോൺ എടുത്തിട്ടാണ് ഈ ഇദ്ദേഹത്തിന് ഇത് കൊടുത്തത്. അദ്ദേഹം അത് ചെയ്തത് എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിന് ആദ്യം തന്നെ പണയം വെച്ചതിന് ശേഷം ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് ഒരു കാർ എടുക്കുന്നു. ബാക്കിയുള്ള പൈസകളെല്ലാം തന്നെ വിനോദ യാത്രകൾക്കും മറ്റുമായിട്ട് അങ്ങനെ ചിലവഴിക്കുകയാണ്. അത് അവിടുത്തെ അയൽവാസികൾ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. കുടുംബമേ ഈ ഇത് കിട്ടിയ സ്വർണം വിറ്റിട്ടുള്ള ആർഭാട ജീവിതം. അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് ഈ പണമെല്ലാം തീരുകയാണ്. അങ്ങനെ തീരുന്ന സമയത്ത് ഇനിയും പണം വാങ്ങി വരാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഈ സഹോദരിയെ ദ്രോഹിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ പുറത്ത് ഈ മനുഷ്യന് മറ്റൊരു യുവതിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നും ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ യുവാക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ആക്രമണവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുമെല്ലാം തന്നെ ആ സഹോദരിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ അതിൽ കൂടുതലായിരുന്നു ആരതിക്ക് ഇദ്ദേഹത്തോടുള്ള സ്നേഹം. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് അമ്മയോട് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നും ഞാനിവിടെ നിന്ന് കൊള്ളാമെന്നാണ് പറഞ്ഞത്. പക്ഷേ പല ആവർത്തി ഇദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അപ്പോൾ തന്നെ അമ്മയെയും അതുപോലെ തന്നെ അച്ഛനെയും ഈ സഹോദരി അറിയിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് കാര്യമായ നടപടികൾ അവർ എടുത്തിരുന്നില്ല. പക്ഷേ അവരൊരു കൗൺസിലിങ്ങിനും മറ്റും ഈ ആരതിയെയും അതുപോലെ തന്നെ അതിലിനെയും വിട്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് നല്ല സ്വഭാവമായിരുന്നു. പല ആവർത്തി പ്രശ്നങ്ങളായിട്ട് വീട്ടിൽ വന്നതിന് ശേഷവും ഇനി നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടലാണ് പതിവ് എന്ന് തന്നെയാണ് ഇപ്പോൾ ആരതിയുടെ അച്ഛനും അമ്മയും പറയുന്നത്. ഏതായാലും ഞങ്ങൾക്ക് നീതി വേണമെന്ന് ആരതിയുടെ അച്ഛൻ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ ആ പ്രതികരണം കാണാം. ആണ് ആരതി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇപ്പോൾ അതിൽ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു.
മർദ്ദിച്ച കാര്യം അവൾ പറഞ്ഞു. അന്നത്തെ ദിവസം മർദ്ദിച്ചത് അവൾ പറഞ്ഞിട്ടില്ല. അവളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ എല്ലാം എൻ്റെ അടുത്ത് പറയാറില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഇവരുടെ ബന്ധത്തിൽ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്? പ്രശ്നം അവളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് പ്രശ്നം. പിന്നെ കൂടെ അവർ പിണങ്ങുന്നുണ്ട്, പിന്നെ നേരെ ആവുന്നുണ്ട്. അവൾ അത്രയ്ക്ക് അവനെ സ്നേഹിച്ചതുകൊണ്ട് അവൾക്ക് വിട്ടുമാറാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് അവൾ ഇത്ര വലിയ ഒരു ഇതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ചെല്ലുന്ന വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോഴും അമ്മ വരണ്ടെന്നാണ് അവൾ പറഞ്ഞത്. ഒരു കല്യാണം കഴിഞ്ഞ് എത്ര കാലത്തിന് ശേഷമാണ് ഒരു ഈ അക്രമം അല്ലെങ്കിൽ മർദ്ദനം എന്ന രീതിയിലേക്ക്? 6 മാസം ആവുന്നതിന് മുന്നേ തുടങ്ങി. എന്ത് പറഞ്ഞിട്ടാണ് അമ്മ ഇവർ ഈ ചെയ്യുന്നത്? അത് അവൻ വെള്ളം അടിച്ചിട്ട് വന്ന് ഉപദ്രവം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. സ്ത്രീധനത്തിൻ്റെ കാര്യവും? സ്ത്രീധനത്തിന് അവന് കടം ഒരുപാടുണ്ട്. 50 ലക്ഷത്തോളം ഉണ്ടെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ആ കടം തീർക്കാൻ വേണ്ടി ഇവളെ സ്വർണം പണയം വെച്ചിട്ടുണ്ട്, വണ്ടി എടുക്കാൻ വേണ്ടി പണയം വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. പിന്നും സ്വർണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. വാട്സപ്പ് ചാറ്റിലൊക്കെ ആരതിയുടെ ദേഹം മുഴുവൻ ഈ പരിക്ക് പറ്റിയ ഫോട്ടോയൊക്കെ കണ്ടിരുന്നു. നേരത്തെ ഒരു തവണ ഉള്ളതാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി, അച്ഛനും പറഞ്ഞ് കുഴപ്പമില്ലാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 2-3 മാസം കൊണ്ട്. അതായത് മാർച്ചിലെ ആ ഫോട്ടോസിന് ശേഷം ഇങ്ങനെയും പറഞ്ഞു വിട്ടു ഒരു സ്ഥലത്ത്. അത് 2-3 സമയം പോയിട്ട് പിന്നെ പോയില്ല. അതായത് മാർച്ചിലെ ആ സംഭവത്തിന് ശേഷം പിന്നീട് മർദ്ദനം ഉണ്ടായിട്ടില്ല അമ്മയ്ക്ക് അറിയുന്നത്? എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. വരുമ്പോഴെല്ലാം സന്തോഷമായിട്ട് തന്നെ വരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ വന്നിട്ട് ഞായറാഴ്ച ആണ് പോയത്. ഇപ്പോൾ അന്നേ ദിവസം എന്താണ് സംഭവിച്ചത്? അമ്മയോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും തരത്തിൽ ആരതി ബന്ധപ്പെട്ടിരുന്നോ? ബന്ധപ്പെട്ടായിരുന്നു. അത് അവൻ രാത്രി എന്തോ പ്രശ്നം ഉണ്ടായി. അത് അവൻ ബിയർ എടുത്തുകൊണ്ട് വന്ന് കഴിച്ച് രാത്രി പ്രശ്നം ഉണ്ടായി. അതിനുശേഷം രാവിലെ അവൻ പറയാതെ ഓഫീസിൽ പോയി എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ കുറേ നേരം സംസാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാം, അച്ചാച്ചന് ചോറ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, അമ്മ വരണ്ട, താമസിക്കൂലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് നിന്നെ കൊണ്ടുവന്ന് ആക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് അതെന്തിന് അമ്മ പറഞ്ഞത്, എനിക്ക് 30-ാം തീയതി എക്സാമില്ലേ, അതിന് പോകണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം, അല്ലെങ്കിൽ സെൻറ്ററിൽ പോയിരുന്ന് പഠിക്കാം എന്നാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നീട് വൈകുന്നേരത്ത് വിളിച്ചിരുന്നോ? നേരെ ഒരു 4:45 വരെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഫോൺ ഓഫാണ്. ഇപ്പോൾ അച്ഛനുമായിട്ട് എന്തെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? വിളിച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, അതിൽ വിളിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ അന്നേരം ഡ്യൂട്ടിയിലായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവനെ വിളിച്ചപ്പോഴത്തേ അവൻ ഇങ്ങനെ പറഞ്ഞെന്താ നമ്മൾ തങ്ങളുടെ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ അടുത്ത മാസം നാട്ടിൽ വരുന്നുണ്ട്, നാട്ടിൽ വന്നിട്ട് ഈ കൊച്ചിനും വീട്ടിൽ കൊണ്ടാക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ബാക്കി കാര്യം ഞാൻ വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു വെച്ചതാണ് ഞാൻ. അതിനുശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ മർദ്ദിക്കുന്നു, ആ മർദ്ദനം സഹിക്കവയ്യാതെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു, അത് അംഗീകരിച്ച് നൽകാൻ കഴിയുന്ന കാര്യമാണോ? എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കൊച്ചാണ് നഷ്ടപ്പെട്ടത്, ഞാനെങ്ങനെ അംഗീകരിക്കും? എനിക്ക് അതിനുള്ള ഇത് കിട്ടണം, നീതി കിട്ടണം. അപ്പോൾ വാക്കുകൾ നിങ്ങൾ കേട്ട് കാണും. അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾക്കും നീതി കിട്ടണമെന്നാണ് അച്ഛൻ പറയുന്നത്. ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് രാത്രി പോലും അതുൽ ഈ ആരതിയുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞിരുന്നു ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ലീവ് എടുത്ത് അടുത്ത മാസം നാട്ടിൽ വരുന്നുണ്ട്, നിനക്ക് പറ്റുന്നില്ല എങ്കിൽ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എൻ്റെ മകളെ നീ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയേക്ക്, ഞാൻ വന്നതിന് ശേഷം എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം എന്ന് അച്ഛൻ പറയുന്നു. ആ പറഞ്ഞ ദിവസം അന്ന് രാത്രി തന്നെയാണ് അദ്ദേഹം വെള്ളമടിച്ചുകൊണ്ട് കണ്ണും കാതും കാണാതെ വീട്ടിൽ പോയതിനു ശേഷം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ആ സഹോദരിയെ ദ്രോഹിക്കുന്നു, അടിക്കുന്നു, തൊയ്ക്കുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ്, നിവൃത്തികേട് കൊണ്ടാണ് ആ സഹോദരി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ചതിന് ശേഷമാണ് പോയതിനു ശേഷം ജീവൻ വെടിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിൻ്റെ പാടുകളാണ് ഏകദേശം 1 2 13ഓളം മുറിപ്പാടുകളാണ് ആ സഹോദരിയുടെ ദേഹത്ത് ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് ഡോക്ടർമാർക്ക് കാണാൻ വേണ്ടി സാധിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിന് പ്രകാരം തന്നെ അദ്ദേഹത്തിന് കേസെടുത്തപ്പോൾ അദ്ദേഹവും അത് സമ്മതിച്ചു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പലപ്പോഴായിട്ട് ഈ സഹോദരിയെ മർദ്ദിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ രേഖാമൂലം അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. അതൊരു തെളിവായിട്ട് മാറിയിരിക്കുകയുമാണ്. ഏതായാലും ഈ അമ്മയ്ക്ക് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളും ആ മുറിവുകളുള്ള
പാടുകളുള്ള ഒരുപാട് ചിത്രങ്ങളുമെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ്. കാരണം നമ്മുടെ സഹോദരിമാരൊക്കെ കല്യാണം കഴിച്ച് പോയാൽ അതൊരു അവസാന വാക്കാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒരിക്കലും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഉമ്മയുടെയും വാപ്പയുടെയും ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. കല്യാണം കഴിച്ചാൽ എല്ലാം അങ്ങ് സഹിച്ചു കൊള്ളണം എന്നുള്ള ഒരു വർത്തമാനം തീർച്ചയായിട്ടും തിരിച്ചു വരുന്ന പെൺകുട്ടികളോട് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ ഒരിക്കലും പറയരുത്. അങ്ങനെ പറഞ്ഞു വിട്ടാൽ അവസാനം ഇത്തരത്തിൽപ്പെട്ട ചില വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. അവർ തിരിച്ചു വരികയാണെങ്കിൽ തിരിച്ചു വരട്ടെ. അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ജീവിതത്തിലേക്കോ ഇനി അവർ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ എന്നെങ്കിലും നമ്മൾ വിചാരിക്കണം. നമ്മൾ ഉന്തി അങ്ങോട്ട് പറഞ്ഞയച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിഷമ വാർത്തകൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ്. അത് ഒരിക്കലും കേൾക്കാൻ ഇടവരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നലെങ്കിലും അവർക്കുണ്ടാകണം. കാരണം ഈ സഹോദരി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് അച്ഛൻ കല്യാണം കഴിച്ച് പറഞ്ഞയച്ചത്. 20 ലക്ഷം ലോൺ എടുത്തിട്ടാണ്. ആ കടം പോലും അച്ഛൻ ഇപ്പോൾ വീട്ടിയിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് കൊണ്ട് മാത്രമാണ് ആ സഹോദരി തിരിച്ച് വീട്ടിലേക്ക് വരാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അമ്മയെപ്പോലും ആ വീട്ടിലേക്ക് വരുന്നത് ആ സഹോദരി വിലക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും അത്യന്തം ഖേദപൂർവമായ അല്ലെങ്കിൽ സങ്കടപൂർവമായ ഒരു വാർത്തയാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നിയമ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള നടപടികളും അതുപോലെ തന്നെ മുന്നേറ്റങ്ങളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് നിയമപ്രകാരം ഇത് തടയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ ഒരു ശിക്ഷ എത്രയും പെട്ടെന്ന് കൊടുത്തുകൊണ്ട് ആ അച്ഛന് നീതി വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ നീതിപീഠത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ പോലീസിനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.